ദൃശ്യ ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെട്ട ഭാഗമാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള പാർട്സിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുന്ന പരസ്പര ബന്ധമുള്ളതാണ്. അതാണ് കോറിലേറ്റീവ് എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം തന്നെ. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ടാവും. ഇതല്ലെങ്കിൽ അത് എന്നുള്ള ഒരു അർത്ഥം കാണിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐദർ ഓർ. അപ്പൊ എന്താണ് പറയുന്നത്? രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, രണ്ട് ചോയ്സ് ഉണ്ടാവും, രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥം കാണിക്കാനാണ് നമ്മൾ ഐദർ ഓർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊറിലേറ്റീവ് കൺജങ്ഷൻസിനകത്ത് വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, നമ്മൾക്ക് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിട്ട് പോലും സംശയങ്ങൾ വരികയാണെങ്കിൽ വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനുള്ള ക്ലാസ്സുകൾ വീണ്ടും നൽകുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുത്തുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അത് റീസൺ അതിന്റെ കാരണം സഹിതം പഠിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും തെറ്റിക്കത്തില്ല. അപ്പോൾ the noun that follows either must be a singular countable noun. അതായത് നമ്മൾക്കിപ്പോൾ ഒരു വളരെ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് either or എന്ന് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഉദാഹരണത്തിലേക്ക് നോക്കാം. You can select either vegetarian dish or non-vegetarian dish. ഒന്നെങ്കിൽ വെജിറ്റേറിയൻ സസ്യാഹാരം, നമ്മൾക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റേത് എന്ന് കാണിക്കാനായിട്ടാണ്. either mom or dad will transfer it. അമ്മയോ മമ്മിയോ അല്ലെങ്കിൽ ഡാഡിയോ, ഒന്നെങ്കിൽ ഡാഡി അല്ലെങ്കിൽ മമ്മി ഇത് ട്രാൻസ്ഫർ ചെയ്യും. I will either walk or run. ഞാൻ ഒന്നെങ്കിൽ നടക്കും അല്ലെങ്കിൽ ഓടും എന്നുള്ളതാണ്. You can stay either with me or with my brother. ഇപ്പൊ ഒരാൾ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാം അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന്റെ കൂടെ താമസിക്കാം എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. either you vacate the place. ഒന്നെങ്കിൽ നീ ഈ സ്ഥലം ഇപ്പോൾ തന്നെ വിട്ടുപോകണം, അല്ലെങ്കിൽ ഓർ ഐ വിൽ ഇൻഫോം ദ പോലീസ്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. അപ്പോൾ അതാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് 5 ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണും. അതായത് ഇത് അല്ലെങ്കിൽ അത്, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ട് ചോയ്സിനെ നമ്മൾ കാണുമ്പോൾ ആ ചോയ്സിൽ ഏതെങ്കിലും ഒന്ന് എന്ന് കാണിക്കാനായിട്ട് വേണ്ടിയാണ് നമ്മൾ either or എന്ന് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യു ക്യാൻ സെലക്ട് either വെജിറ്റേറിയൻ. യു ക്യാൻ സെലക്ട് either വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. ഒന്നെങ്കിൽ വെജിറ്റേറിയൻ എടുക്കാം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ എടുക്കാം. മം ഓർ ഡാഡ്. either മം ഓർ ഡാഡ്, അതായത് മമ്മി അല്ലെങ്കിൽ ഡാഡി ട്രാൻസ്ഫർ ചെയ്യും. ഐ വിൽ either walk or run. ഞാൻ ഒന്നെങ്കിൽ നടക്കും അല്ലെങ്കിൽ ഓടും. You can stay either with me or with my brother. എന്നോടൊപ്പം വേണമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോടൊപ്പം വേണമെങ്കിൽ താമസിക്കാം. either you vacate the place. ഒന്നെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ വിട്ടു പോകണം, അല്ല എങ്കിൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യും. അതാണ് either or എന്നതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് അത്? കൊറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്, പരസ്പര ബന്ധമുള്ള കൺജങ്ഷൻസ് ആണ്. either വന്നാൽ ഓർ ഉണ്ടാകണം. അതുകൊണ്ടാണ് കൊറിലേറ്റീവ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ. ഇനി അടുത്തതാണ് neither nor.
നൈദർ നോർ, അതായത് ഇത് രണ്ടുമല്ല, ഇതുമല്ല അതുമല്ല എന്നുള്ള അർത്ഥത്തിൽ രണ്ടും അല്ല അല്ലെങ്കിൽ രണ്ടും ഇല്ല. അത് എപ്പോഴാണ് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ used in negative sense to show that the person will not choose either option. രണ്ട് ഓപ്ഷനും സെലക്ട് ചെയ്യില്ല അല്ലെങ്കിൽ സ്വീകരിക്കില്ല എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥം വരുമ്പോഴാണ് നൈദർ ഓർ നോർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഐ വിൽ നെയ്തർ കോൾ യു നോർ സെൻഡ് യു എ മെസ്സേജ്. ഞാൻ വിളിക്കുകയുമില്ല നിനക്ക് മെസ്സേജും ചെയ്യില്ല. മനസ്സിലായില്ലേ? അടുത്തത് നെയ്തർ ദ ബ്ലൂ ഷർട്ട് നോർ ദ റെഡ് ഷർട്ട് ഐ പ്രിഫർ. എനിക്ക് നീല കളറിലെ ഷർട്ടും റെഡ് കളറിലെ ഷർട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. മൈ ഡോട്ടർ ലൈക്സ് നെയ്തർ ആപ്പിൾസ് നോർ ഓറഞ്ചസ്. ആപ്പിളും ഓറഞ്ചും എൻ്റെ മകൾക്ക് ഇഷ്ടമല്ല. Neither Anthony nor his wife attended the function. ആ ഫംഗ്ഷനിൽ ആന്റണിയും വന്നില്ല, ആന്റണിയുടെ വൈഫും വന്നില്ല എന്നർത്ഥം കാണിക്കാനാണ്. അപ്പോൾ ഐദർ ഓർ എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റേത്. ഇവിടെ എന്ന് വെച്ചാൽ നൈദർ നോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇല്ല എന്നുള്ള നെഗറ്റീവ് മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത് കൊറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. പരസ്പരം ഇത് ഒന്ന് വന്നാൽ അതിൻ്റെയോടൊപ്പം മറ്റേതും കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കൊറിലേറ്റീവ് എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നത് അതിന് ഫ്രേസ് എന്ന് പറയാം അല്ലെങ്കിൽ വേർഡ്സ് എന്ന് പറയാം. രണ്ട് എലമെന്റ്സിനെ ലിങ്ക് ചെയ്യുന്നതാണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകണം. ഒരു സെന്റൻസിലെ രണ്ട് എലമെന്റ്സ് ഉണ്ടാകും. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് എലമെന്റ്സുകളെ ലിങ്ക് ചെയ്യുന്ന അതിനെയാണ്, അപ്പോഴാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നത്. നമ്മൾക്കൊരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. വിനീത് ശ്രീനിവാസൻ ഈസ് നോട്ട് ഓൺലി ആൻ ആക്ടർ ബട്ട് ഓൾസോ എ ഡയറക്ടർ. വിനീത് ശ്രീനിവാസൻ ഒരു ആക്ടറാണ്. ആക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ് എന്ന് കാണിക്കാനായിട്ട്, രണ്ട് കാര്യങ്ങളെ കാണിക്കാനായിട്ട്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് വന്നേക്കുന്ന രണ്ട് എലമെന്റ്സ് ഉണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. യു ആർ നോട്ട് ഓൺലി സ്ട്രോങ് ബട്ട് ഓൾസോ ക്ലെവർ. നിങ്ങൾ സ്ട്രോങ്, ബലം മാത്രമല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുമുണ്ട്. ഷീ സ്പീക്സ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ഓൾസോ ഹിന്ദി. ഇംഗ്ലീഷ് മാത്രമല്ല അവൾ സംസാരിക്കുന്നത്, പിന്നെ എന്തുകൂടെയാണ്? ഹിന്ദിയും കൂടെ സംസാരിക്കുക. അവള് ഇംഗ്ലീഷും ഒപ്പം ഹിന്ദിയും സംസാരിക്കുന്ന രണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കൊറിലേറ്റീവ് കൺജങ്ഷൻ ആണ് വെദർ ഓർ. കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ അർത്ഥമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. യു വിൽ ഹാവ് ടു ഒബേ മീ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾ എന്നെ അനുസരിച്ചേ പറ്റൂ. നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ അനുസരിച്ചേ പറ്റൂ. വി വിൽ കം വെദർ യു ഇൻവൈറ്റ് ഓർ നോട്ട്. ഞങ്ങൾ വരും, നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സോ വെദർ യു ഇൻവൈറ്റ് ഓർ നോട്ട്. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം, ഹി വിൽ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. എനിക്ക് അറിയത്തില്ല അവന് ഇത് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ വെദർ ഓർ, വെദർ യു ലൈക്ക്, whether he will like it or not. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. വെദറിന് ശേഷം കൂടെ വരേണ്ട എന്താണ്? ഓർ ആണ്, മറന്നു പോകേണ്ട. അടുത്തത് ബോത്ത് ആൻഡ് എന്ന് വെച്ചാൽ രണ്ടും എന്ന അർത്ഥം കാണിക്കാനാണ്. he can both read and write Spanish. അതായത് അദ്ദേഹത്തിന് സ്പാനിഷ്
സംസാരിക്കാനായിട്ടും എഴുതാനുമായിട്ടും കഴിയും എന്നുള്ള അർത്ഥമാണ് അവിടെ. ഐ ലൈക്ക് ബോത്ത് വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. അവിടെ ഒരു കൃത്യത നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. രണ്ടും എനിക്കിഷ്ടമാണ് എന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ ബോത്ത് ആൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഐ വിൽ പ്ലേ ബോത്ത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബെറ്റർ ദാൻ യു. താങ്കളെക്കാൾ നല്ലവണ്ണം ഞാൻ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കും എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ബോത്ത് ആൻഡ് എന്ന കൊറിലേറ്റീവ് ആണ്, കൺജങ്ഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തൊരു കൊറിലേറ്റീവ് കൺജങ്ഷൻ ആണ് ജസ്റ്റ് ആസ് സോ. ജസ്റ്റ് ആസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വേറൊരു എൻഡിനകത്ത് സോയും കൂടെ വരണം. റിസംബ്ലൻസ്, രണ്ട് കാര്യത്തിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളിലുള്ള റിസംബ്ലൻസ്, ഒരു ഇത് കാണിക്കാനായിട്ടാണ് നമ്മളിത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ആസ് മലയാളം, ഒരു എക്സാമ്പിൾ കാണാം നമുക്ക്. ജസ്റ്റ് ആസ് മലയാളം സ്പോക്കൺ ഇൻ കേരള, കേരളത്തിൽ മലയാളം സംസാരിക്കുന്നത് പോലെ. സോ കൊങ്കണി സ്പോക്കൺ ഇൻ ഗോവ, കേരളത്തില് മലയാളം സംസാരിക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ മലയാളം കേരളത്തിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഗോവയില് കൊങ്കണി ഉപയോഗിക്കുന്നത്. സോ ജസ്റ്റ് ആസ് മലയാളം സ്പോക്കൺ ഇൻ കേരള, ജസ്റ്റ് ആസ്. ഓക്കെ, അതിനുശേഷം സോ കൊങ്കണി. അപ്പോൾ ഈ കൊറിലേറ്റീവ് വന്നേക്കുന്നത് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ കൂടെ നോക്കുക. ജസ്റ്റ് ആസ് ഐ ലവ് ഫുട്ബോൾ സോ ഡസ് മൈ ഫ്രണ്ട് ലവ് ക്രിക്കറ്റ്. ഞാൻ ഫുട്ബോളിനെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, റിസംബ്ലൻസ് ബിറ്റ്വീൻ ടു തിങ്സ്, ഫുട്ബോൾ ക്രിക്കറ്റ്, കൊങ്കണി മലയാളം. റിസംബ്ലൻസ് ആണ്, ഒരേപോലെ ആ രണ്ടിന്റെയും സാമ്യം, പൊരുത്തം, അത് കാണിക്കാനായിട്ടാണ്. അടുത്ത ഒരു എക്സാമ്പിൾസ് പോകാം നമുക്ക്. ആസ് വി ഈറ്റ് റൈസ്, ആസ് വി ഈറ്റ് റൈസ് സോ ദ ചൈനീസ് ഈറ്റ് നൂഡിൽസ്. നമ്മൾ ചോറ് എങ്ങനെയാണോ കഴിക്കുന്നത്, നമ്മൾ ചോറ് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് തിന്നുന്നത്, അതുപോലെ തന്നെയാണ് ചോറിന് പകരമായിട്ട് ചൈനീസ് നൂഡിൽസ് കഴിക്കുന്നത്. ഓക്കെ, സോ റൈസ്, നൂഡിൽസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, മലയാളം, കൊങ്കണി, റിസംബ്ലൻസ് ആണ് അവിടെ പ്രത്യേകമായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കൊറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻസ് ആണ് ജസ്റ്റ് ആസ് സോ എന്നത്. ഇനി അടുത്തത് നോ സൂണർ ദാൻ. നോ സൂണർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാനും കൂടെ ഉണ്ടാകണം. ഇനി ഇത് ചേർക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. ഇത് വരുമ്പോൾ എവിടെയാണ് വരുന്നത്? പെർഫെക്റ്റ് ടെൻസിലാണ്. നോ സൂണർ ദാൻ വരുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം പെട്ടെന്ന് തന്നെ നടക്കുക. അതായത് ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം പെട്ടെന്ന് നടക്കുമ്പോഴാണ് നമ്മൾ നോ സൂണർ ദാൻ എന്ന കൊറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കി കഴിയുമ്പോൾ ഏകദേശം കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഇതിന്റെ എക്സ്പ്ലനേഷൻസ് വീണ്ടും നൽകുന്നതായിരിക്കും. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ആദ്യമേ ഒരു ഉദാഹരണം നോക്കാം നോ സൂണറിനെ കുറിച്ച്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത് എന്താണ്? നോ സൂണർ ഹാഡ് ഐ ലെഫ്റ്റ് ദ ഹൗസ്. നേരത്തെ ഞാൻ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഹാഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ V3 ഫോം ലെഫ്റ്റ് വന്നിട്ടുണ്ട്. നോ സൂണർ ഹാഡ് ഐ ലെഫ്റ്റ് ദ ഹൗസ് ദാൻ ദ തീഫ് എന്റേർഡ് ദ ഹൗസ്. ഞാൻ വീട് വിട്ടു പോയതിന് ശേഷം ഉടനെ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് പോയ ഉടനെ തന്നെ കള്ളൻ വീടിന്റെ ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് അവിടെ അർത്ഥം. No sooner had I finished the class than the students began to ask questions. ഞാൻ ക്ലാസ്സുകൾ തീർത്ത ഉടനെ കുട്ടികള് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് no sooner had I reached the station than I was kidnapped. ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ
എന്നെ ഞാൻ ബന്ദിയാക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്തു. അതാണ് നോ സൂണർ ദാൻ. നമ്മളിത് എക്സാമ്പിൾസ് അധികം തരുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് നമ്മളുടെ ഈ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാത്രമുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും വലുതായിട്ട് നമ്മൾ പഠിപ്പിക്കാത്തത്. ഷോർട്ടായിട്ട് മാത്രം നമ്മൾ കേട്ടിരിക്കുക, പഠിക്കുക. ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ നൽകുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്ന സാഹചര്യത്തിലായിരിക്കും വേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ സമയക്കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് സഹിതം അതിന്റെ റൂൾസ് സഹിതം എഴുതി വെക്കാനായിട്ട് മറന്നു പോകണ്ട. അടുത്തത് റദർ ദാൻ. അതായത് നമ്മളൊരു അതിലും കൂടുതൽ എന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ, അതായത് ഒരു ഇമ്പോർട്ടൻസ് ഒരു രണ്ട് ഐറ്റംസ്, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് കാര്യത്തിനകത്ത് അതുകൊണ്ട് നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ടത്. He wanted to be a hero rather than a comedian. അപ്പോൾ ഒരു ഹീറോയാകുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. ഒരു കൊമേഡിയനേക്കാൾ നല്ലതും ഒരു ഹീറോ ആകാനായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം എന്നുള്ളത് കാണിക്കാനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. rather than. Can you come on Sunday rather than Saturday? താങ്കൾ ശനിയാഴ്ച വരുന്നതിനേക്കാൾ ഞായറാഴ്ച വന്നുകൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഐ വുഡ് റാദർ ഡ്രൈവ് ദാൻ ടേക്ക് ദ ബസ്. അതായത് ഒരു ബസ്സിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റീവ്സിനെ ഒരു പ്രിഫറൻസ് ചെയ്ത്, അതായത് ഇഷ്ടപ്പെടുന്ന, നമ്മൾ കൂടുതൽ ഇഷ്ടമെന്നത് കാണിക്കാനായിട്ട്. ഇവള് ഹീറോ ആകുന്നതിനേക്കാൾ ഇഷ്ടം എനിക്കൊരു കൊമേഡിയൻ ആകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഹീറോ ആകുന്നതായിരുന്നു. ഒരു സാറ്റർഡേ വരുന്നതിനേക്കാൾ നല്ലത് സൺഡേ ആണ് എന്നുള്ള അർത്ഥത്തിൽ. ബസ്സിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഡ്രൈവ് ചെയ്ത് പോകുന്നതിലാണ് എനിക്കിഷ്ടം എന്ന് കാണിക്കാനായിട്ടാണ്. ഇനി ഹാർഡ്ലി ഓർത്ത് വെച്ചേക്ക, നെഗറ്റീവ് മീനിങ് ആണ്. അതായത് കഷ്ടിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് അത്. കഷ്ടിച്ച് നെഗറ്റീവ് മീനിങ് ആണ്. ഹാർഡ്ലി എന്ന് പറയുമ്പോൾ ഐ സോ ഹിം ഹാർഡ്ലി എന്ന് വെച്ചാൽ അവനെ കണ്ടില്ലെന്നുള്ള അർത്ഥമാണ്. നെഗറ്റീവ് മീനിങ് ആണ് അവിടെ. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഒരു കാര്യം കഴിഞ്ഞ്, സംതിങ് ഹാപ്പൻ സൂൺ ആഫ്റ്റർ സംതിങ് ഒക്കെ ഇടും. അതായത് ഏകദേശം നോ സൂണർ എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെയും വരുന്നത്. നോ സൂണർ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷെ നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഹാർഡ്ലി ഹാഡ് ദ ട്രെയിൻ സ്റ്റോപ്പ് വെൻ ദ ഗെയിം സ്റ്റാർട്ടഡ്. അതായത് ഈ കളി തീർന്നു, മഴ തീർന്ന ഉടൻ തന്നെ ഇത് ചെയ്തു എന്നുള്ള അർത്ഥം കാണിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹാർഡ്ലി ഹാഡ് എൻജോയ്ഡ് ദ ഗാർഡൻ വെൻ ഐ സോ എ സ്നേക്ക്. ഞാൻ ജസ്റ്റ് ഗാർഡനിലേക്ക് കഷ്ടിച്ചങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഒരു പന്ത് അവര് കണ്ടു. ഹാർഡ്ലി ഹാഡ് ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വെൻ ഹി ലോസ്റ്റ് ഹിസ് പേഷ്യൻസ്. ഈ കുട്ടിയുടെ അടുക്കൽ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ അവന്റെ പേഷ്യൻസ്, അവന്റെ ക്ഷമ നശിച്ചു. ഓക്കെ. സ്കേഴ്സ്ലി. സോ ഈ സ്കേഴ്സ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കേഴ്സ്ലിയുടെ കൂടെ സ്കേഴ്സ്ലി അവിടെ ഒരു ചെറിയ, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, സ്കേഴ്സ്ലി ഹാഡ് എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. സ്കേഴ്സ്ലിയുടെ കൂട്ടത്തിൽ ഹാഡ് വന്ന് വരുമെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വന്നേക്കുന്നത്. ഡൗട്ട് അടിക്കേണ്ട, സ്കേഴ്സ്ലി വൻ എന്നുള്ളതാണ്. ഓക്കെ. എന്താണ് സ്കേഴ്സ്ലി വെൻ? കോറിലേറ്റീവ് കൺജങ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ വെന്നാണ് വരേണ്ടത്. സോ സ്കേഴ്സ്ലിക്ക് ഉടൻ തന്നെ വരേണ്ടത് ഹാഡ് ആണ്. അതാണ് അവിടെ പോയിന്റ് ഔട്ട് നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന റെഡില്. Scarcely had he entered the room when everyone got quiet. അതായത് ജസ്റ്റ് റൂമിൽ എൻ്റർ ആയ ഉടനെ തന്നെ കഷ്ടിച്ച് എല്ലാവരും നിശബ്ദരായി. Scarcely had she finished eating when she got a stomachache. വയറുവേദന തുടങ്ങി ഉടനെ കഷ്ടിച്ചാണ്. നെഗറ്റീവ് മീനിങ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. നെഗറ്റീവ് മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. Scarcely had I reached the spot when the thief left. Spot left എന്ന ജസ്റ്റ് ആ നിമിഷം തന്നെ കള്ളൻ അവിടെ നിന്ന് പോയി. Scarcely had I reached home when the rain stopped. വീട്ടിലെത്തിയ ഉടൻ തന്നെ മഴ തീർന്നു പോയി. Scarcely had the teacher entered the classroom and the students got quiet.
ക്ലാസ് റൂമിലേക്ക് ടീച്ചർ വന്ന കഷ്ടിച്ച് കയറി ഉടൻ തന്നെ കുട്ടികൾ നിശബ്ദരായി എന്ന് അർത്ഥമാണ് അവിടെ വരുന്നത്. കൊറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻസിന് സ്കേഴ്സ്ലി, ഹാർഡ്ലി ഇതൊക്കെ കൂടെ വരേണ്ടത് എന്താണ്? വെൻ ആണ്, മറന്നു പോകേണ്ട. പെർഫെക്റ്റ് ടെൻസിലേക്കായിരിക്കും അത് വരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിരിക്കും. ഇനി സച്ച് ദാറ്റ് എന്നുള്ളതാണ് അടുത്ത കൊറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻ. സച്ച് ദാറ്റ്, അതായത് ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഒരു നൗൺ ആയിരിക്കും, നൗൺ ക്ലോസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അതായത് ഇതിന്റെ റിസൾട്ട് ആയിരിക്കും. ഈ കോഴ്സ് എന്ന് പറയുന്നത് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നോക്കാമല്ലോ, അതിന്റെ ഉദാഹരണം നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഹി വാസ് സച്ച് എ ഡോമിനന്റ് ലീഡർ. അത്ര പ്രഗത്ഭനായിട്ടുള്ള, വളരെ സാമർഥ്യമുള്ള, ഡോമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കൺട്രോളിലേക്ക് കൊണ്ടുപോരുക എന്നുള്ള അർത്ഥം. ഡോമിനന്റ് ലീഡർ ആയിരുന്നു. അക്കാരണത്താൽ എവരി വൺ റെസ്പെക്റ്റഡ് ഹിം. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് ഡേ ദാറ്റ് ഐ കുഡ് നോട്ട് ഫോർഗെറ്റ്. ഈ ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്തത്, അതുപോലത്തെ ഒരു വലിയ മഹത്തായ ദിനമായിരുന്നു അത്. സ്നേഹ ഈസ് സച്ച് എ കൈൻഡ് ഗേൾ that everybody loves her. വളരെ എന്താ പറയുന്നത്, ദയാ അനുകമ്പയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു സ്നേഹ. അതുകൊണ്ട് എല്ലാവർക്കും അവളോട് വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. The Alleppey beach is such a wonderful place that it attracts thousands of tourists every year. ആലപ്പുഴയിലെ ഏറ്റവും ഭംഗിയുള്ള കടൽപ്പാലവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബീച്ചുണ്ട്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കൂടെ പറയുകയാണത്. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ നയന മനോഹരമാണ്, വളരെ ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് that it attracts thousands of tourists every year. ആയിരക്കണക്കിന് ആൾക്കാരെയാണ് എല്ലാ വർഷവും അങ്ങോട്ട് ഈ ഒരു പ്രത്യേകത കൊണ്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. സച്ച് എന്നുള്ളത് വരണം, ദാറ്റും കൂടെ വരണം. അതാണ് കൊറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻ. ഇനി അടുത്തത് ആസ് സൂൺ ആസ്. ഇത് നമ്മൾ മിക്കവാറും കാണുന്നതാണ്. ആസ് സൂൺ ആസ് എന്നുള്ളത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പൊ ആസ് സൂൺ ആസ് എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള സാധനം. As soon as I reached home, they welcomed me. ഞാൻ വീട്ടിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ അവരെന്നെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു. ഞാൻ വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ എന്നെ അവരെ സ്വാഗതം അരുളി എന്നുള്ള അർത്ഥമാണ്. As soon as she took the exam, she felt relieved. എക്സാമിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ റിലീഫായി പോയി. LDC എക്സാമിനേഷൻ ഒക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ നല്ല റിലീഫായി പോയി. നല്ല മാർക്കോടുകൂടി ജയിക്കുമ്പോഴായിരിക്കണം കേട്ടോ, അത് മറന്നു പോകണ്ട. ഏത് എക്സാമിനേഷൻ കഴിയുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടും. He expressed his gratitude as soon as he received the birthday gift. ജന്മദിനത്തിന് കിട്ടിയ ആ സമ്മാനം കിട്ടിയ ഉടൻ തന്നെ he expressed his gratitude, നന്ദി, കൃതജ്ഞത കിട്ടിയ ഉടൻ തന്നെ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. I wake up as soon as the alarm starts ringing at 6 AM. 6 മണിക്ക് അലാറം മുഴങ്ങുന്ന സമയത്ത് ഉടനെ അപ്പോൾ തന്നെ ഞാൻ എഴുന്നേൽക്കും അല്ലെങ്കിൽ എഴുന്നേറ്റു. As soon as I receive your mail, I will reply to you. ഞാൻ മെയിൽ as soon as I reply. ഓക്കെ, നമ്മൾക്ക് മെയിൽ കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയക്കും. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ലിങ്കും കാര്യങ്ങളും ഉണ്ട്, അതിനകത്ത് കാണാവുന്നതാണ്. ദൃഷ്ടി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. ദൃഷ്ടി ന്യൂസ് മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയും പല പല ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഫ്രീ ആയിട്ട് അത് കാണാനും പഠിക്കാനുമായിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിശ്വാസം.
ഒരു പക്ഷേ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിച്ചിട്ട് തക്കതായിട്ടുള്ള നടപടികൾ ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കിയെന്നുള്ള വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.